തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിൽ നിന്ന് വിവാഹമോചനം വേണ്ടെന്ന് ഭാര്യ സംഗീത സ്വർണ്ണലിംഗം. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് ഇക്കാര്യം അവർ അറിയിച്ചത്. സംഗീത വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരായി തീരുമാനം അറിയിക്കുകയായിരുന്നു. വിജയിന്റെ രാഷ്ട്രീയ വിജയത്തെ തുടർന്ന് വിജയുടെ അമ്മ ഇടപെട്ട് നടത്തിയ ശ്രമങ്ങളാണ് വിജയിച്ചത് എന്നാണ് വിവരം. ജൂലൈയിൽ കേസ് പരിഗണിച്ചപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാൻ അനുവദിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിരുന്നു. വിജയ്ക്ക് മറ്റു നടിയുമായി ബന്ധമുണ്ടെന്നടക്കം ആരോപിച്ച് ഫെബ്രുവരിയാണ് സംഗീത ഹർജി നൽകിയത്. ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട്. ഒടുവിൽ സംഗീതയും ഒരു കോംപ്രമൈസ് ലെവലിലേക്ക് വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അങ്ങനെ നാളുകൾക്ക് നീണ്ട വിവാദങ്ങൾക്കൊടുവിൽ സംഗീത വിവാഹമോചന ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഏകദേശം ജൂൺ മാസത്തിൽ തന്നെ വിജയയും സംഗീതയും ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇരുവരും ഹാജരാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നായിരുന്നു കേസ് പരിഗണിക്കേണ്ടി വന്നിരുന്നത്. രാവിലെ പരിഗണിക്കേണ്ട കേസ് ഉച്ചയ്ക്കത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. സംഗീത വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പങ്കെടുക്കുകയും ജഡ്ജിയോടൊപ്പം 15 മിനിറ്റ് നേരം സംസാരിക്കുകയും വിവാഹമോചന ഹർജി താൻ പിൻവലിക്കുകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം. ഒന്ന്, വിജയ് മുഖ്യമന്ത്രിയാവുന്നതിന് മുന്നേ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നൽകിയ ഹർജിയാണ്. അപ്പോഴാണ് പുറത്തു വരുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ. അപ്പോൾ മുതൽ വിജയ് കേൾക്കുന്ന ഒരു പഴി കൂടിയായിരുന്നു. കുടുംബം നോക്കാൻ പറ്റാത്ത ആൾ എങ്ങനെയാണ് നാട് നോക്കാൻ കഴിയുക? അത് DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിജയ്ക്കെതിരെ അതിശക്തമായ രീതിയിൽ ഇലക്ഷൻ പ്രചരണത്തിനുൾപ്പെടെ ഇതുപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പോലും തെരഞ്ഞെടുപ്പിൽ TVK അധികാരത്തിലേക്ക് വരികയായിരുന്നു. ഈ തരത്തിലുള്ള വിമർശനങ്ങളൊന്നും തന്നെ ബാധിച്ചിരുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ. അതിന് പിന്നാലെ വിജയ് മുഖ്യമന്ത്രി ആയതിനു ശേഷവും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റിപ്പോർട്ടുകളും റൂമറുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് വിജയുടെ അമ്മയായ ശോഭ സംഗീതയോട് സംസാരിച്ച് വിവാഹമോചന ഹർജിയിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായിട്ടുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നിരുന്ന പശ്ചാത്തലം കഴിഞ്ഞ കുറച്ച് നാളുകളായി, മാസങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. വിജയുടെ കുടുംബവും സംഗീതയുടെ കുടുംബവും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഈ വിവാഹമോചന ഹർജിയുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ സംഗീത പറഞ്ഞിരിക്കുന്ന ഒരു നടിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യമുണ്ട്. വിജയ്ക്ക് മറ്റൊരു ബന്ധം ഈ നടിയുമായി ഉണ്ട് എന്നത് ഈ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ സംഗീത പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ ചർച്ചകളും വാർത്തകളും ഒക്കെ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹർജിയിൽ നിന്നും പിന്മാറുകയാണ് എന്ന് സംഗീത പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചെങ്കൽപ്പേട്ട് കുടുംബ കോടതി ഈ കേസിന് ഒരു തീർപ്പാക്കിയിരിക്കുന്നു എന്നതും മനസ്സിലാകുന്നു. അതായത് ഇനി ഒരു വിവാഹമോചനം ഇല്ല. അതുമായി ബന്ധപ്പെട്ട് നാളുകളായി നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോഴൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വിജയും സംഗീതയും തങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടരുമെന്നാണ് മനസ്സിലാകുന്നത്. 1998 വിജയും സംഗീതയും വിവാഹിതരാകുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് നീണ്ട ദാമ്പത്യ ബന്ധത്തിനൊടുവിലാണ് ഇങ്ങനെ 2020 മുതൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഏകദേശം അതിന് മുന്നേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ 20 മുതലായപ്പോഴേക്കും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ സംഗീത സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വിജയ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. എന്തായാലും അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ കൂടി ഒരു കാര്യം വ്യക്തമാക്കണം. ഈ ഒരു കുടുംബ കോടതിയിൽ സംഗീത സമർപ്പിച്ചിരിക്കുന്ന ഹർജി ഇതോടുകൂടി ഒരു തീർപ്പാവുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.